നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPMന്റെ വിവാദ പരസ്യം കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചുവെന്ന് VD സതീശൻ. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടെന്നും സതീശൻ. കാസർഗോഡ് കുമ്പളയിൽ പോക്സോ കേസിൽ പ്രതിക്ക് കഠിന ശിക്ഷ. ജീവപര്യന്തത്തിന് പുറമെ 50 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. തൃക്കരിപ്പൂരിലെ തീരമേഖലയിലെ പഞ്ചായത്തുകളിൽ പുലിയെ കണ്ടെന്ന പ്രചാരണം. വനം വകുപ്പ് അധികൃതർ സ്ഥാപിച്ച ക്യാമറകളിൽ പുലി സാമീപ്യമുണ്ടായില്ലെന്ന് കണ്ടെത്തൽ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ചെറുവത്തൂർ ഉപജില്ലയിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ജില്ലയിൽ സാമൂഹ്യ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ചു. കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്ന ആവശ്യം. തൊഴിലാളി യൂണിയൻ STU കാസർഗോഡ് സമരസംഗമം നടത്തി. കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയൻ സഹകാരി സംഗമവും ജില്ലാതല സെമിനാറും നടത്തി. കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തലേ ദിവസം CPM നൽകിയ വിവാദ പരസ്യം കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയ വിദ്വേഷം പരത്തുന്ന പരസ്യമാണിതെന്ന് CPI തന്നെ പറഞ്ഞിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള മന്ത്രി MB രാജേഷിനാണ് പരസ്യത്തിന്റെ ഉത്തരവാദിത്വം. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടെന്നും VD സതീശൻ കാസർഗോഡ് പറഞ്ഞു. CPM നൽകിയ വിവാദ പരസ്യം, വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യം, അത് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ഉണങ്ങാൻ താമസമെടുക്കും. കാരണം സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. ഇത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് CPI തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ പരസ്യമല്ല, ഇടതുമുന്നണി അല്ല ഇത് കൊടുത്തത്. അതിൽ CPIക്ക് യാതൊരു പങ്കുമില്ല. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ, CPIയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ CPI പോലും അറിയാതെ, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും അറിയാതെ മുഖ്യ ഘടകകക്ഷി ഇത് വർഗീയ വിദ്വേഷം, ഞങ്ങളാരും പറയണ്ടല്ലോ, വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് മുഖ്യ ഘടകകക്ഷി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ ഉത്തരവാദി മന്ത്രി MB രാജേഷാണ്. അദ്ദേഹത്തിനാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആൾ. അദ്ദേഹം ഇന്നലെ ഇതിനെ ന്യായീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ചെലവ് കുറവുള്ളതുകൊണ്ടാണ് ഈ 2 പത്രത്തിൽ പരസ്യം കൊടുത്തത്. അതിൻ്റെ തലേ ദിവസം പ്രമുഖ ദിനപത്രത്തിൽ 4 പേജുള്ള പരസ്യം കൊടുത്തിരുന്നു ഇവർ. അന്ന് അത് ഈ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമല്ല. 4 പേജുള്ള പരസ്യം കൊടുക്കാൻ അപ്പോൾ പണം ഉണ്ടായിരുന്നു. അപ്പോൾ പണം ഇല്ലാത്തതുകൊണ്ടാണ് ഈ 2 പത്രം എടുത്തത് എന്നുള്ളത് കള്ളമാണ്, പച്ചക്കള്ളം പറയുന്നത്. പ്രമുഖ പത്രത്തിൽ 4 പേജ് പരസ്യം കൊടുക്കാമെങ്കിൽ അതാണ്. പിന്നെ സ്വന്തം പത്രത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. ദേശാഭിമാനിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത പരസ്യമാണ് ഈ 2 മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കൊടുത്ത് അവിടെ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത്. ഇത് വലിയ മുറിവാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? ഏത് വഴി? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ് CPM നേതാക്കന്മാർക്ക്. എങ്ങനെ പറയണം, എന്തു പറയണം, ഏത് രീതിയിൽ പറയണമെന്ന് അറിയില്ല. പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നത്. പ്രതിപക്ഷം പറഞ്ഞ എല്ലാം കൊച്ചിൻ ദേവസ്വം ബോർഡ് LDFൻ്റെ കീഴിലാണ്. LDFൻ്റെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ്. എല്ലാം ശരിവെച്ചിരിക്കുന്നു. എന്താ? പോലീസ് അലങ്കോലമാക്കി. അജിത് കുമാർ അവിടെ വന്നിട്ടാണിത് അലങ്കോലമാക്കിയത്. ആവശ്യമില്ലാത്തയിടത്ത് ബാരിക്കേഡ് വെച്ചു, സംഘർഷം ഉണ്ടാക്കി, ജനങ്ങളെ പ്രകോപിതരാക്കി, മേൽശാന്തി അടക്കം തടഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആനകളെ പ്രശ്നമുണ്ടാക്കി, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ടാക്കി, മനഃപൂർവ്വം പോലീസ് പ്രശ്നമുണ്ടാക്കിയെന്ന് ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞിരിക്കുക. എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് ശരിക്കും കലങ്ങിയില്ലെന്ന്. ശരിക്കും കലങ്ങിയില്ലെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറയണത്. പൂരം കലക്കിയതാണെന്ന് എല്ലാ മന്ത്രിമാരും വരെ പറഞ്ഞു. അപ്പം പൂരം കലക്കി എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് അടിവരയിടുന്ന, അത് ശരിവെക്കുന്ന മൊഴിയാണ് കൊച്ചി ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്നത്. സത്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അത് സത്യമാണെന്ന് കൊച്ചി ദേവസ്വം ബോർഡ് തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾക്കത് വലിയ സന്തോഷമുണ്ട്.
കാസർഗോഡ് കുമ്പളയിൽ പോക്സോ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും കൂടാതെ 50 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബംബ്രാണ പൊയ്യവളപ്പിലെ കിരൺ രാജ് ഷെട്ടിയെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കാസർഗോഡ് ജില്ലയിൽ പോക്സോ കേസിലെ ഏറ്റവും വലിയ ശിക്ഷകളിലൊന്നാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ചത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ബംബ്രാണ പൊയ്യവളപ്പിലെ കിരൺ രാജ് ഷെട്ടിയെ ജീവപര്യന്തം കഠിന തടവിനും അതിനു പുറമെ 50 വർഷം കഠിന തടവിനും 4 ലക്ഷം രൂപ പിഴയടക്കുവാനുമാണ് കോടതി ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 16 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. പോക്സോ വകുപ്പ്, SC/ST ആക്ട്, മറ്റ് വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത്. 2018 ഒക്ടോബർ 8-ന് 11 മണിക്കും 2 മണിക്കുമിടയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഗൗരവതരമായ നിലയിൽ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു. കുമ്പള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ SMS DYSP ആയിരുന്ന K ഹരിശ്ചന്ദ്ര നായിക്കാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK പ്രിയ ഹാജരായി. പ്രതിയായ കിരൺ രാജ് ഷെട്ടിക്കെതിരായ പരാതിയിൽ നിന്നും പിന്മാറുവാൻ ഇരയെ ഭീഷണിപ്പെടുത്തിയെന്നതിന് സഹോദരൻ വരുൺ രാജ് ഷെട്ടിയെ നേരത്തെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ വിചാരണ നടപടികൾക്കിടെയാണ് ഇരയ്ക്കും കുടുംബത്തിനും നേരെ ഭീഷണിയുണ്ടായത്. ഇതേക്കുറിച്ച് കുട്ടി കോടതിയിൽ വിവരം നൽകുകയും കുമ്പള പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്ന് വരുൺ രാജ് ഷെട്ടിയെ പിടികൂടുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിലെ തീരദേശ മേഖലയിലെ പഞ്ചായത്തുകളിൽ പുലിയെ കണ്ടെന്ന പ്രചാരണമുയർന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് അധികൃതർ സ്ഥാപിച്ച ക്യാമറകളിൽ പുലി സാമീപ്യമുണ്ടായില്ലെന്ന് കണ്ടെത്തി. പിലിക്കോട് മാങ്കടവത്ത് കൊവ്വലിൽ 2 സ്ഥലങ്ങളിലായി സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ വനം വകുപ്പ് പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സമാനമായ ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. പടന്നയിലെ മദ്രസക്കടുത്ത് നിരീക്ഷണ ക്യാമറയിലും പിലിക്കോട് മാങ്കടവത്ത് കൊവ്വലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പുലിയെ നേരിട്ടും കണ്ടുവെന്ന് അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി പുലിയെ കണ്ടുവെന്ന് സ്ത്രീ തൊഴിലാളികൾ അറിയിച്ച സ്ഥലത്തെ കശുമാവിനടുത്തുള്ള തെങ്ങിലും കോഴി വളർത്തൽ കേന്ദ്രത്തിനടുത്തുമായി 2 ക്യാമറകൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്കും വൈകുന്നേരവും സ്ഥാപിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെയോ സാമ്യമുള്ള ജീവിയുടെയോ സാമീപ്യമില്ലെന്ന് മനസ്സിലായത്. ചൊവ്വാഴ്ച പുലർച്ചെയും രാവിലെയുമായി പടന്നയിലും പിലിക്കോട് മാങ്കടവത്ത് കൊവ്വലിൽ തീരദേശ മേഖലയിൽ പുലിയിറങ്ങിയെന്ന പ്രചാരണമുണ്ടായതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വനം, റവന്യൂ, പോലീസ് അധികൃതർ സ്ഥലത്തെത്തിയാണ് തിരച്ചിൽ നടത്തിയത്. റോഡിലും പരിസരങ്ങളിലും രാത്രികാലത്ത് ഇറങ്ങി നടക്കരുതെന്ന അധികൃതരുടെ മുന്നറിയിപ്പും പ്രദേശത്ത് നടത്തിയിരുന്നു. പിലിക്കോട് പഞ്ചായത്തിലെ മാങ്കടവത്ത് കൊവ്വലിൽ കാസർഗോഡ് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ K അഷ്റഫ് സന്ദർശിച്ചു. പടന്നയിലും പിലിക്കോട്ടും കണ്ട ജീവി പുലിയാവാനുള്ള സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ കാട്ടുപൂച്ചയെ പലപ്പോഴും തീരദേശ മേഖലയിൽ കണ്ടിട്ടുണ്ടെന്നും നാട്ടുകാരുടെ ആശങ്ക അകറ്റുന്ന നടപടികൾ ഉണ്ടാവുമെന്നും ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് 4 ആധുനികമായ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുലിയാണെങ്കിൽ അതിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ അല്ലെങ്കിൽ കൂടി വെച്ച് പിടിക്കാനുള്ള നടപടികൾ വനവകുപ്പ് സ്വീകരിക്കുന്നതായിരിക്കും. നിലവിലിത് പുലിയാണ് സ്ഥിരീകരിച്ചിട്ടില്ല. സാധാരണ സ്ഥലങ്ങളിൽ കാട്ടുപൂച്ച കാണാറുണ്ട്. വലിയ കാട്ടുപൂച്ചയെ കാണുമ്പം പലർക്കും അത് പുലിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ അത് ആരെയും ഉപദ്രവിക്കുന്ന ടൈപ്പല്ല. ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓടി മറയുന്ന ഒരു ജീവിയാണ് പുലി. അതുകൊണ്ട് അങ്ങനെ പരിഭ്രാന്തി ഉണ്ടാവേണ്ട ആവശ്യമില്ല. രാത്രി കാലങ്ങളിൽ വനവകുപ്പിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും നൈറ്റ് പട്രോളിംഗ് ഈ ഭാഗത്തുണ്ടായിരുന്നായിരിക്കും. ഇത് പൂർണ്ണമായും നമ്മൾ ഈ സ്ഥലത്തു നിന്നും പുലിയാണെങ്കിലും മറ്റ് ജീവജാലങ്ങളാണെങ്കിലും അതിനെ മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും വനവകുപ്പ് പിന്മാറുകയുള്ളൂ. വരും ദിവസങ്ങളെല്ലാം തന്നെ വനവകുപ്പിൻ്റെ പരിശോധന ഇവിടെ ഉണ്ടാവും. ജനങ്ങൾക്കും മറ്റും ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന. ചൊവ്വാഴ്ച രാത്രി വനം വകുപ്പ്, പോലീസ് സേനാംഗങ്ങൾ പടന്ന പിലിക്കോട് പഞ്ചായത്ത് അതിരിൽ പട്രോളിംഗ് നടത്തുകയും ചെയ്തു. ഉറുമി തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പരിപാടി കാലാനുസൃതമായി മാറ്റം വരുത്തുന്നതിന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന സാമൂഹ്യ ഓഡിറ്റിംഗ് കാസർഗോഡ് ജില്ലയിൽ പൂർത്തീകരിച്ചു. നിലവിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ താഴെത്തട്ടിൽ നിന്നും നേരിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഓഡിറ്റ് ചെറുവത്തൂർ ഉപജില്ലയിലാണ് ചൊവ്വാഴ്ച നടന്നത്. പ്രധാനമന്ത്രി ശക്തി നിർമ്മാൺ പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലയിലെ തിരഞ്ഞെടുത്ത 4 ഉപജില്ലകളിൽ ഓഡിറ്റ് പൂർത്തിയാക്കിയത്. കാസർഗോഡ്, ബേക്കൽ, മഞ്ചേശ്വരം ഉപജില്ലകളിൽ സാമൂഹ്യ ഓഡിറ്റ് നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ചെറുവത്തൂർ ഉപജില്ലാ തലത്തിൽ നടന്ന സാമൂഹ്യ ഓഡിറ്റിന്റെ ഭാഗമായി ചെറുവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി. 2023-24 വർഷത്തിൽ ചെറുവത്തൂർ ഉപജില്ലാ പരിധിയിലെ മലയോരത്തെയും തീരദേശ മേഖലയിലെയും സർക്കാർ സ്കൂളുകൾക്കൊപ്പം എയ്ഡഡ്, സ്പെഷ്യൽ സ്കൂളുകൾ എന്നീ വിഭാഗങ്ങളിലെ 6 സ്കൂളുകളിൽ അഥവാ പൂളുകളിൽ സ്കൂൾ സഭകളിലെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് അംഗീകരിച്ചാണ് പബ്ലിക് ഹിയറിംഗിൽ അവതരിപ്പിച്ചത്. 6 സ്കൂളുകളിലെ 5 പേർ ഉൾപ്പെടുന്ന രക്ഷിതാക്കളുടെ ടീം പരിശോധിച്ച് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അടുക്കള, സ്റ്റോർ, പാത്രങ്ങൾ, പച്ചക്കറിത്തോട്ടം, ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കി. പബ്ലിക് ഹിയറിംഗിൽ എല്ലാ സ്കൂളുകളിൽ നിന്നും രക്ഷിതാക്കൾ, അധ്യാപകർ, ഉച്ചഭക്ഷണ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ഉൾപ്പെടുന്ന 20 പേർ വീതമാണ് പങ്കെടുത്തത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് കിലയുടെ സഹകരണത്തോടെയാണ് സാമൂഹ്യ ഓഡിറ്റ് നടപ്പാക്കുന്നത്. വെൽഫെയർ UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ പദ്ധതി വിശദീകരിച്ചു. നമുക്ക് നടത്താമെന്ന് നമുക്ക് പറയാനോ അല്ലെങ്കിൽ നടക്കില്ലെന്ന് പറയാനോ പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള ചിലപ്പോൾ ചില ഏരിയകളിൽ ചില പ്രശ്നങ്ങളുണ്ടാവും, പരിമിതികളുണ്ടാവും. ആ പരിമിതികൾ കൂടി കണ്ടെത്തുക, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഗവൺമെൻറ് ഭാഗത്ത് നിന്നല്ലെങ്കിലും നമുക്ക് എങ്ങനെ വിദ്യാലയ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിന് PTA പങ്കാളിത്തമുണ്ട്. PTA അല്ലാത്ത രക്ഷാകർത്താക്കൾ, ഇപ്പോൾ PTA ജനറൽ ബോഡിയിലൊക്കെ പങ്കെടുക്കാത്ത രക്ഷാകർത്താക്കൾക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ PTA അല്ലാത്ത രക്ഷാകർത്താക്കൾ തന്നെയാണ് സോഷ്യൽ ഓഡിറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K രമണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മഹേഷ് വെങ്ങാട്ട്, താലൂക്ക് സപ്ലൈ ഓഫീസർ A മാധവൻ പോറ്റി, കില ഫെസിലിറ്റേറ്റർമാരായ C രാജാരാമ, PK മുകുന്ദൻ, ന്യൂൺ മീൽ ഓഫീസർ K ഉഷാദേവി, സ്കൂൾ പ്രധാനാധ്യാപിക PM സിന്ധു എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോട്ട് സമരസംഗമം നടത്തി. കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് സമരസംഗമം നടത്തിയത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻകാർക്ക് 14 മാസമായി കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 3 മേഖലകളിലായി നടത്തുന്ന സമരസംഗമത്തിന്റെ ഭാഗമായി കാസർഗോഡ് നടന്ന സംഗമത്തിൽ പ്രതിഷേധമിരമ്പി. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമം STU ദേശീയ വൈസ് പ്രസിഡന്റ് A അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സർക്കാർ ഈ പാവപ്പെട്ട ജനവിഭാഗത്തോട് കാണിക്കുന്ന ഈ അതിരറ്റ ദ്രോഹ നടപടികളിൽ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള ഏക സംഘടന STU മാത്രമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് CA ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് സമരപ്രഖ്യാപനം നടത്തി. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, ജില്ലാ ഭാരവാഹികളായ മുത്തലിബ് പാറക്കെട്ട്, PIA ലത്തീഫ്, മൊയ്തീൻ കൊല്ലമ്പാടി, LK ഇബ്രാഹിം, ഷുക്കൂർ ചെർക്കള, സുബൈർ മാര, ഹനീഫ് പാറ, MK ഇബ്രാഹിം പൗവൽ, അബ്ദുറഹ്മാൻ കടമ്പള, AH മുഹമ്മദ് ആദൂർ, ഷിഹാബ് റഹ്മാനിയ നഗർ, HA അബ്ദുള്ള, മുഹമ്മദ് മൊഗ്രാൽ, സൈനുദ്ദീൻ തുരുത്തി, ഷാഫി പള്ളത്തടുക്ക, SK അബ്ബാസലി എന്നിവർ സംസാരിച്ചു. സമരത്തിന്റെ ഭാഗമായി ക്ഷേമനിധി ബോർഡ് ചെയർമാന് 10,000 പോസ്റ്റ് കാർഡുകൾ അയച്ചു. അടുത്ത സമരസംഗമം 22-ന് ഉപ്പളയിൽ നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സഹകാരി സംഗമവും ജില്ലാതല സെമിനാറും സംഘടിപ്പിച്ചു. കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സഹകാരി സംഗമവും ജില്ലാതല സെമിനാറും സംഘടിപ്പിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പൊതുവായി യോജിപ്പ് ഏറ്റവും അത്യന്താപേക്ഷിതമായ
ഒരു ഘട്ടത്തിലാണ് 71ാമത് സഹകരണ വാരാഘോഷം നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സഹകരണ പ്രസ്ഥാനം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗപ്പെടുത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെ സഹകരണ മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് തെളിയിച്ചതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. സഹകരണ പ്രസ്ഥാനത്തെ ശാക്തീകരിക്കൽ സഹകരണ നിയമ ഭേദഗതിയിലൂടെ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ICM കണ്ണൂർ ഫാക്കൽറ്റി മെമ്പർ CV വിനോദ് കുമാർ വിഷയാവതരണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ SJ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ലസിത K, ജോയിന്റ് ഡയറക്ടർമാരായ A രമ, സുജാത, ഡെപ്യൂട്ടി രജിസ്ട്രാർ V ചന്ദ്രൻ, KV കുഞ്ഞിരാമൻ, കരുണാകരൻ നമ്പ്യാർ, K മുരളീധരൻ, VS സുബ്രഹ്മണ്യ കടമ്പലിത്തായ, VR വിദ്യാസാഗർ, ഹാഷിം ബംബ്രാണി, P സവിത, PK ബാലകൃഷ്ണൻ, P ലോഹിതാക്ഷൻ, മനോജ് കുമാർ KV, ശാന്താരാമ ഷെട്ടി, രാമചന്ദ്ര, KP വിശ്വനാഥൻ, B സുകുമാരൻ, B ബാബുരാജ് എന്നിവർ സംസാരിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KR ജയാനന്ദ സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ ലത TM നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹേരൂർ മീപ്പിരി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയുടെ ചികിത്സാ ചെലവിലേക്കായി 1 ലക്ഷം രൂപ കൈമാറി. ഒരു ദിവസം 1 ലക്ഷം രൂപ ക്യാമ്പയിന്റെ ഭാഗമായാണ് തുക സ്വരൂപിച്ച് നൽകിയത്. ഒരു ദിവസം 1 ലക്ഷം രൂപ ക്യാമ്പയിന്റെ ഭാഗമായി ഇരുവൃക്കകളും തകരാറിലായ പൂർവ്വ വിദ്യാർത്ഥിയുടെ ചികിത്സാ ചെലവിലേക്കായി 1 ലക്ഷം രൂപ കൈമാറി ഹേരൂർ മീപ്പിരി സ്കൂൾ. പൂർവ്വ വിദ്യാർത്ഥി അബ്ദുൾ റഹ്മാന്റെ ചികിത്സാ ചെലവിലേക്കാണ് നവംബർ 14 ശിശുദിനത്തിൽ 1 ലക്ഷം രൂപ കൈമാറിയത്. മീപ്പിരി സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, മുൻകാലത്തെ സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നായി സ്വരൂപിച്ച 1 ലക്ഷം രൂപ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ചികിത്സാ കമ്മിറ്റി ചെയർമാൻ യൂസഫ് ഹേരൂറിന് കൈമാറി. ഈ നാട്ടുകാരനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന യുവാവിൻ്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് സ്വരൂപിച്ച 1 ലക്ഷം രൂപ, അതായത് നവംബർ 14 ശിശുദിനത്തിന് ദിവസം എല്ലാ കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്വരൂപിച്ച 1 ലക്ഷം രൂപ അബ്ദുൾ റഹ്മാൻ്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് കൈമാറി. ഹേരൂർ മീപ്പിരി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ചേർന്ന് സഹായിച്ച ഈ സഹായത്തിന് മുമ്പോട്ട് വന്ന എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. കൺവീനർ അബ്ബാസ് ചിന്നമുഗർ, ട്രഷറർ മുഹമ്മദ് സി, ഹനീഫ് ചിന്നമുഗർ, ഹെഡ്മാസ്റ്റർ അബ്ദുൽ ഹമീദ്, പ്രിൻസിപ്പൽ റീഷ്മ, PTA പ്രസിഡന്റ് PN മുഹമ്മദ്, SMC ചെയർമാൻ അബ്ദുൽ റഹീം, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള അഗ്നിശമന സേനയുടെ ആഭിമുഖ്യത്തിൽ ചിഗുരുപ്പത ടൗണിൽ മീഞ്ച മംഗൽപാടി പബ്ലിക് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ ഇൻഫർമേഷൻ ക്യാമ്പ് നടത്തി. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാചരണത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാചരണത്തിന്റെ ഭാഗമായി ഉപ്പള അഗ്നിശമന സേനയുടെ ആഭിമുഖ്യത്തിൽ ചിഗുരുപ്പത ടൗണിൽ മീഞ്ച മംഗൽപാടി പബ്ലിക് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇൻഫർമേഷൻ ക്യാമ്പ് നടത്തി. പ്രകൃതിക്ഷോഭം, അഗ്നിബാധ, ഹൃദയാഘാതം തുടങ്ങിയവയ്ക്കെതിരെ സ്വീകരിക്കേണ്ട പ്രഥമ കാര്യങ്ങളെക്കുറിച്ച് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ വിവരങ്ങൾ നൽകി. പ്രഭാകര ഷെട്ടി അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി ഉദയ് CH സ്വാഗതം പറഞ്ഞു. ലോകേശ ചിനാല, രാമചന്ദ്ര T, വിശ്വനാഥ് K, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി, എലിയാന, പഞ്ചായത്ത് അംഗം ജനാർദ്ദൻ പൂജാരി, സൊസൈറ്റി സ്റ്റാഫ് നിവേദിത M ഷെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രഭാത വ്യായാമത്തിലെ 30 ദിനങ്ങൾ പിന്നിട്ട മൊഗ്രാൽ MEC 7 ഹെൽത്ത് ക്ലബിന്റെ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി. വിദഗ്ധ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തടുക്ക ഉദ്ഘാടനം ചെയ്തു. MEC 7 ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന പ്രഭാത വ്യായാമ പരിപാടി 30 ദിനങ്ങൾ പിന്നിട്ടു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടി ന്യൂറോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തടുക്ക ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഏറ്റവും വലിയ ചികിത്സയാണ് പ്രഭാത വ്യായാമമെന്ന് ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തടുക്ക അഭിപ്രായപ്പെട്ടു. മരുന്ന്, പ്രതിരോധം മാത്രമാണ്, രോഗം വരാതെ നോക്കാനുള്ള ചികിത്സയാണ് വ്യായാമമെന്നും മൊഗ്രാലിൽ ഇതിന് സാഹചര്യമൊരുക്കിയ MEC 7 ഹെൽത്ത് ക്ലബിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ബി ഫാസ്റ്റ് എന്ന് ഓർമ്മിച്ചാൽ മതി. ബാലൻസ്, ഐസൈറ്റ്, ഫേസ്, ആം, സ്പീച്ച്, ടൈം. ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്തും പെട്ടെന്നുണ്ടാവുന്നത്. ഏതൊരു സംഭവം പെട്ടെന്നുണ്ടായി കഴിഞ്ഞാൽ അത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യത. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന്
പെട്ടെന്ന് മിണ്ടുന്നില്ല, ഒരു 10 മണിക്ക് ശേഷം മിണ്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യതയാണ്. അപ്പോൾ എന്തും പെട്ടെന്ന് ഉണ്ടാകുന്നതിനെ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു സ്ട്രോക്ക് യൂണിറ്റുള്ള ഒരു MRI സെന്റർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ സ്ട്രോക്കിന്റെ എപ്പോഴും വിജയം എന്ന് പറയുന്നത് ആ സമയത്ത് എത്തിക്കുക എന്നുള്ളതാണ്. കുമ്പള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർല എന്നിവർ മുഖ്യാതിഥികളായി. പി മുഹമ്മദ് നിസാർ പെർവാഡ്, അബ്ദുള്ള കുഞ്ഞി ഖന്ന, TK അൻവർ എന്നിവർ സംബന്ധിച്ചു. MEC7 ട്രെയിനർമാരായ TK ജാഫർ, K മുഹമ്മദ് കുഞ്ഞി നാങ്കി, MA അബൂബക്കർ സിദ്ദീഖ്, ഷെരീഫ് ദീനാർ, PM മുഹമ്മദ് കുഞ്ഞി ടൈൽസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കോർഡിനേറ്റർ M മാഹിൻ സ്വാഗതവും റിയാസ് കരീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവം ആവേശകരമായി തുടരുന്നു. ട്രോഫി പവലിയൻ ഉദ്ഘാടനം സംഘാടക സമിതി ചെയർമാൻ റുബീന നൌഫൽ നിർവഹിച്ചു. മംഗൽപാടി സ്കൂളിൽ നടന്നുവരുന്ന 63ാമത് മഞ്ചേശ്വരം ഉപജില്ലാ കലോത്സവം ആവേശകരമായി തുടരുന്നു. വിവിധ മത്സര ഇനങ്ങളിൽ 2000-ഓളം ട്രോഫികളാണ് വിജയികൾക്കായി കാത്തിരിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ റുബീന നൌഫൽ ട്രോഫി പവലിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ട്രോഫികൾ പവലിയനിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ക്ലബ്ബുകളുടെ സഹകരണം എടുത്തു പറയേണ്ടതാണെന്നും ട്രോഫി കമ്മിറ്റി ചെയർമാൻ മജീദ് പച്ചമ്പള്ളം പറഞ്ഞു. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു വലിയ വെല്ലുവിളിയായിരുന്നു നമ്മളിവിടെ പങ്കെടുക്കുന്ന 2000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ട്രോഫി നൽകണമെന്നുള്ളത് ഒരു വലിയ നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ചായിരുന്നു. പക്ഷേ 4 ലക്ഷം രൂപയോളം വരുന്ന പണം നമ്മൾ സ്വരൂപിക്കുകയും മനോഹരമായ രീതിയിൽ ഓവറോൾ ട്രോഫി അടക്കമുള്ള ട്രോഫിക സൗകര്യം, അതായത് 2000-ഓളം വരുന്ന കുട്ടികൾക്ക് ട്രോഫി നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയണം. അത് മാത്രമല്ല, ഈ പരിസരത്തെയും ഈ മഞ്ചേശ്വരം ബ്ലോക്ക് പരിധിയിലെ ഒരുപാട് ക്ലബ്ബുകൾ 100, 50, 25, 10 എണ്ണം തന്നുകൊണ്ട് നമ്മളോടൊപ്പം കൂടെ നിന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടതാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മാൻ ഗോൾഡൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ ശ്രീകുമാർ, ബി ഫാത്തിമ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ റഹീമ VP, PTA പ്രസിഡന്റ് മുഹമ്മദ് ഉപ്പള, ജലീൽ അടുക്ക, ആനി ഐസക് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂൾ റെഡ് ക്രോസ് യൂണിറ്റും വിദ്യാനഗർ ശിശു സൗഹൃദ പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്ക് ട്രാഫിക് നിയമ ബോധവൽക്കരണം നടത്തി. വിദ്യാനഗർ SI വിജയൻ മേലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. PBM ഹയർ സെക്കൻഡറി സ്കൂൾ റെഡ് ക്രോസ് യൂണിറ്റിന്റെയും വിദ്യാനഗർ ശിശു സൗഹൃദ പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി നടത്തിയ ട്രാഫിക് നിയമ ബോധവൽക്കരണം സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത് ഉദ്ഘാടനം ചെയ്തു. ഹെൽമറ്റ്, ചലാൻ, സീറ്റ് ബെൽറ്റ് എന്നിവ പ്രായോഗിക തലത്തിൽ കുട്ടികൾക്ക് ഫലപ്രദമാക്കാനുള്ള നല്ലൊരു നിയമ പാഠാവലി തന്നെയാണെന്ന് വിജയൻ മേലത്ത് പറഞ്ഞു. വിദ്യാർത്ഥികൾ നാളെയുടെ നല്ല നിയമപാലകരാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. നമ്മളെപ്പോഴും നമ്മൾ അതിനതീതമായി ചിന്തിക്കാൻ, അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ലംഘിക്കാൻ കഴിയുക, അതിനൊരുപാട് എക്സ്ക്യൂസ് നമ്മൾ പറയും അല്ലേ. ഹെൽമെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ വരുന്ന ഒരു ഒരു അടി, ഒരു ഹിറ്റ്, അതിനെ 10 മടങ്ങായി അതിന് കുറക്കാൻ പറ്റും അല്ലേ. ഒരു വലിയ അടിയെ 10-1 നമ്മുടെ തലയെ സംരക്ഷിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് വെക്കാൻ ഭരണകൂടവും പോലീസും ഒക്കെ നിങ്ങളെ നിർബന്ധിക്കുന്നത്. പ്രിൻസിപ്പൽ നിസാം ഭോവിക്കാനം അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അന്ധമായ അശ്രദ്ധയും അമിത വേഗതയും കൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞു പോകേണ്ടവരല്ലെന്നും ശക്തമായ ട്രാഫിക് നിയമങ്ങൾ നടന്നു പോകുമ്പോഴും റോഡ് മുറിച്ച് കടക്കുമ്പോഴും നാം അക്ഷരം പ്രതി പാലിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. അക്കാദമിക് കോർഡിനേറ്റർ രമ, സ്റ്റാഫ് സെക്രട്ടറി സുജാത, റെഡ് ക്രോസ് കൺവീനർ ജയരാജൻ, അധ്യാപകരായ പിങ്കലാക്ഷി, അമീൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ സെന്റ് പോൾസ് സ്കൂൾ റോഡിലേക്ക് വാടക ക്വാർട്ടേഴ്സിൽ നിന്നും മലിനജലം ഒഴുക്കിവിട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കെട്ടിട ഉടമയെ വിളിച്ചു വരുത്തി 24 മണിക്കൂറിനകം ജനങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണുവാൻ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ സെന്റ് പോൾ സ്കൂളിലേക്കുള്ള പഞ്ചായത്ത് റോഡിലേക്കാണ് മെട്ടമ്മലിലെ പ്രവാസിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിലെ മലിനജലം ഒഴുക്കിവിട്ടത്. ദിവസങ്ങളായി പുറത്തേക്ക് ഒഴുകിയിറങ്ങിയ മലിനജലം റോഡിൽ കെട്ടിക്കിടക്കുന്നുണ്ടായ ദുർഗന്ധം സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമായി മാറിയിരുന്നു. ബുധനാഴ്ച രാവിലെ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യ പ്രവർത്തകരെയും വിവരമറിയിച്ചതോടെ അവർ സ്ഥലത്തെത്തി ഉടമയെ വിളിച്ചു വരുത്തുകയായിരുന്നു.
മലിനജല സംഭരണി ഉയർത്തിക്കെട്ടി മലിനജലം പുറത്തേക്കൊഴുക്കുന്നത് 24 മണിക്കൂറിനകം തടഞ്ഞില്ലെങ്കിൽ കടുത്ത നിയമ നടപടിയെടുക്കുമെന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് അധികൃതരും ഉടുമ്പന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും പറഞ്ഞു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. ക്ഷേമ ബോർഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചുമട്ടുമേഖലയെ സംരക്ഷിക്കുക, ESI നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. TV കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാനത്ത് ഇപ്പോൾ അധികാരം കിട്ടിയതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ന് കേരളത്തിലെ തൊഴിൽ മേഖലയിലെ ജനങ്ങളെതിരായി ചിന്തിക്കുന്നതിന് പ്രധാനപ്പെട്ട ആൾക്കാർ ചുമട്ടുതൊഴിലാളികളാണെന്നാണ് പറയുന്നത്. അവർ നോക്കുകൂലി വാങ്ങുന്നവരാണെന്നാണ് പറയുന്നത്. അവര് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായി ചുമട്ടുതൊഴിലാളികളെ പരിഹസിക്കുന്ന, ചുമട്ട് തൊഴിലാളി മേഖലയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്താത്ത ഈ ഗവൺമെന്റ് തെറ്റിതിരുത്തണം. KM ശ്രീധരൻ, തോമസ് സെബാസ്റ്റ്യൻ, M കുഞ്ഞികൃഷ്ണൻ, PV ബാലകൃഷ്ണൻ, പുഷ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. വേണുഗോപാൽ ബന്തെടുക്ക, ചന്ദ്രൻ വിദ്യാനഗർ, ബാലു പൊയ്നാച്ചി, ഷാജി ചിറ്റാരിക്കാൽ, V ദാമോദരൻ, സിബി, വിനോദ്, ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര പാട്ട് മഹോത്സവം പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തി. പ്രസിദ്ധമായ മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കൽ ഭഗവതി ക്ഷേത്രപാട്ട് മഹോത്സവത്തിന്റെ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രഭാഷണം നടന്നു. പ്രമുഖ പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുണൻ മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശശി ആക്കോട്ട്, കൺവീനർ നാരായണൻ മൂത്തൽ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അശോകൻ എന്നിവർ നേതൃത്വം നൽകി. പ്രഭാഷണത്തിന് ശേഷം പ്രഭാഷകൻ VK സുരേഷ് ബാബുവിനെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുണൻ മുട്ടത്ത് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാത്തൂർ കഴകം പനത്തടി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചെയർമാൻ N ബാലചന്ദ്രൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. 2025 മാർച്ച് 21, 22, 23 തീയതികളിൽ നടക്കുന്ന ബാത്തൂർ കഴകം പനത്തടി വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് ചെയർമാൻ N ബാലചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തെയ്യംകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. എന്തോ ദൈവഹിതം പോലെ നമ്മൾ ഇന്ന് ഈ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് ഇന്നോട്ട് തന്നെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടിറങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ സബ് കമ്മിറ്റികൾ പ്രത്യേക യോഗം ചേർന്ന് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സബ് കമ്മിറ്റികൾക്ക് അവരുടെ ചുമതല മാത്രം കഴകത്തെ നിർദ്ദേശപ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത് സബ് കമ്മിറ്റികൾ നിലംപണിയായാലും പന്തൽപ്പണിയായാലും ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടിറങ്ങാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നതാണ്. എന്ന് പ്രതിഷ്ഠാ ദിനം കൂടിയാണ് താനത്തിങ്കാൽ. ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ, ബാത്തൂർ കഴകം പ്രസിഡന്റ് EK ഷാജി, ട്രഷറർ മനോജ് പുല്ലുമല, വളപ്പിൽ സുകുമാരൻ നായർ, ഉണ്ണികൃഷ്ണൻ താണത്തിങ്കാൽ, VV കുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധാ സുകുമാരൻ, വിൻസെന്റ്, ഗീതാ വളപ്പിൽ, മാധവി, പ്രശാന്ത് താണത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPMന്റെ വിവാദ പരസ്യം കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചുവെന്ന് VD സതീശൻ. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടെന്നും സതീശൻ. കാസർഗോഡ് കുമ്പളയിൽ പോക്സോ കേസിൽ പ്രതിക്ക് കഠിന ശിക്ഷ. ജീവപര്യന്തത്തിന് പുറമെ 50 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. തൃക്കരിപ്പൂരിലെ തീരമേഖലയിലെ പഞ്ചായത്തുകളിൽ പുലിയെ കണ്ടെന്ന പ്രചാരണം. വനം വകുപ്പ് അധികൃതർ സ്ഥാപിച്ച ക്യാമറകളിൽ പുലി സാമീപ്യമുണ്ടായില്ലെന്ന് കണ്ടെത്തൽ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ചെറുവത്തൂർ ഉപജില്ലയിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ജില്ലയിൽ സാമൂഹ്യ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ചു.
കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്ന ആവശ്യം തൊഴിലാളി യൂണിയൻ STU കാസർഗോഡ് സമരസംഗമം നടത്തി. കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയൻ സഹകാരി സംഗമവും ജില്ലാതല സെമിനാറും നടത്തി. കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.